എൻ്റെ സഖാക്കളെ എൻ്റെ കണ്ണിൽ ഇരുട്ടുകയറും. സഖാക്കളെ മുന്നോട്ട് മുന്നോട്ട്. ആ സന്ദേശം നമുക്ക് ഈ ദിനത്തിൽ ഉയർത്തിപ്പിടിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി സഖാവ് TPയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കൃഷ്ണപിള്ള നിര്യാതനാകുന്നത് 42ാമത്തെ വയസ്സിൽ. അപ്പൊ എത്ര നേരത്തെയാണ്, എത്ര ചെറിയ പ്രായത്തിലാണ് സഖാവ് കൃഷ്ണപിള്ള രക്തസാക്ഷിയാകേണ്ടി വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോഴിക്കോട് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെൽ രൂപീകരിച്ചു. 1937 EMS, കൃഷ്ണപിള്ള, K. ദാമോദരൻ, NC ശേഖർ, ഈ 4 വിപ്ലവകാരികളാണ് കോഴിക്കോട് കല്ലായി റോഡിലുള്ള ഒരു പീഡിക മുറിയിൽ ഒത്തുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകുന്നത്. അതിനുശേഷം 1939 പിണറായി പാറപ്പുറത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ഒത്തുചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. ആദ്യത്തെ സെക്രട്ടറി സഖാവ് കൃഷ്ണപിള്ളയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നും പാറപ്പുറം സമ്മേളനത്തിൽ അന്ന് പങ്കെടുത്തത് സഖാവ് കേളുവേട്ടൻ മാത്രമാണ്. മറ്റാർക്കും പങ്കെടുക്കാൻ അവസരമുണ്ടായില്ല. 1948 ആഗസ്റ്റ് 19 സഖാവ് കൃഷ്ണപിള്ള നിര്യാതനാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലമാണ്. ഒടുവിൽ ഒരു ചെറ്റക്കുടിലിൽ ഇരുന്ന് താമസിച്ച് പാർട്ടി യോഗത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വരുമ്പോഴാണ് ഈ കുത്തിമറച്ച ഓലക്കിടയിലൂടെ ഒരു മൂർഖൻ പാമ്പ് കയറി സഖാവ് കൃഷ്ണപിള്ളയെ കൊത്തുന്നത്. അപ്പോഴാണ് സഖാവ് ബാലമാഷ നേരത്തെ പറഞ്ഞ വാചകം സഖാവ് കൃഷ്ണപിള്ള എഴുതി വെക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. എന്റെ കണ്ണിൽ ഇരുട്ട് നിറയുന്നു. സഖാക്കളെ മുന്നോട്ട്. ഇതാണ് അവസാനത്തെ വാചകം. മരണം ഉറപ്പായി. പക്ഷേ കൃഷ്ണപിള്ളയുടെ ജീവൻ രക്ഷിക്കാൻ ഇന്നത്തെ പോലെ ഒരു ആധുനിക സമൂഹമല്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസമൊന്നും വലിയ തോതിൽ ഉയർന്നു വന്നിട്ടില്ല. സഖാവ് കൃഷ്ണപിള്ള ജീവിച്ചിരിക്കണം എന്നാണ് പാർട്ടി സഖാക്കൾ ആഗ്രഹിച്ചതും അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിച്ചതും. സഖാക്കൾ കട്ടിലിൽ കിടത്തി കൃഷ്ണപിള്ളയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്നന്വേഷിക്കുന്നതിന്റെ ഭാഗമായി വിഷവൈദ്യന്മാരുടെ വീടുകളിലേക്ക് മാറി മാറി പോവുകയായിരുന്നു.
കൃഷ്ണപിള്ളയെ ചുമന്ന് വിഷവൈദ്യന്മാരുടെ വീടുകളിലെത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതായിരുന്നു സ്ഥിതി. അങ്ങനെയാണ് ഒടുവിൽ കഴിഞ്ഞിരുന്ന സഖാവ് കൃഷ്ണപിള്ള രക്തസാക്ഷിയാകാൻ ഇടവരുന്നത്. വളരെ ചുരുങ്ങിയ കാലയളവിലെ കൃഷ്ണപിള്ള ജീവിച്ചിരിപ്പുള്ളൂ എങ്കിലും കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളിലും സാധാരണ ജനവിഭാഗങ്ങളുടെ ജീവിതാവശ്യങ്ങൾ പരിഹരിക്കാൻ, കിടപ്പാടം സംരക്ഷിക്കാൻ, ഭക്ഷണം ലഭിക്കാൻ, തൊഴിൽ ലഭിക്കാൻ, ഇതിനെല്ലാമുള്ള പരിശ്രമങ്ങളിൽ കൃഷ്ണപിള്ള നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയുണ്ടായി. പുന്നപ്രവേലാർ സമരത്തിന്റെ കാലഘട്ടത്തിൽ ജനങ്ങളെ സമരത്തിന് അനുകൂലമായി അണിനിരത്താൻ ആലപ്പുഴ ജില്ലയിലുടനീളം സഞ്ചരിച്ച്, ഒളിവിൽ സഞ്ചരിച്ച് പാർട്ടി യോഗങ്ങളിലൂടെ സഖാക്കൾക്ക് ഉത്തേജനം നൽകാൻ കൃഷ്ണപിള്ള കാണിച്ച ധീരമായ നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ജന്മി നാടുപാട് വ്യവസ്ഥ കൊടികുത്തി വാണ കാലമാണത്. ആ കാലത്ത് കൈവശ ഭൂമിയിൽ നിന്ന് കൃഷിക്കാരെ ഒഴിപ്പിക്കുന്നു, കുടികിടപ്പുകാരെ ഒഴിപ്പിക്കുന്നു, പാട്ടവ്യവസ്ഥയുടെ പേരിൽ കുടിയന്മാരെ ഒഴിപ്പിക്കുന്നു. ഇത്തരം നിലപാടുകൾക്കെതിരെ സാധാരണ കർഷക കുടുംബങ്ങളെ അണിനിരത്തി വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പ് സഖാവ് കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് കോഴിക്കോട് ഉപ്പുകുറുക്കൽ സമരത്തിന് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഉപ്പുകുറുക്കൽ സമരത്തിന് കോഴിക്കോട് സഖാവ് കൃഷ്ണപിള്ള നേതൃത്വം നൽകി. കൃഷ്ണപിള്ള, അബ്ദുറഹിമാൻ സാഹിബ് തുടങ്ങിയ ധീരദേശാഭിമാനികളായ വിപ്ലവകാരികളോടൊപ്പം നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിയമവിരുദ്ധ പ്രസ്ഥാനത്തിന് കൃഷ്ണപിള്ള നേതൃത്വം നൽകി. ആ സന്ദർഭത്തിൽ അതിഭീകരമായി ബ്രിട്ടീഷ് പോലീസ് സഖാവിനെതിരെ ആക്രമണമുയർത്തി. ആ ആക്രമണത്തിൽ കയ്യിൽ ഉയർത്തിപ്പിടിച്ച ദേശീയ പതാക തന്റെ മാറോട് ചേർത്ത് നിർത്തി ഒരു തരത്തിലും പതാക വിട്ടുകൊടുക്കാതെ അതിഭീകരമായ മർദ്ദനമുണ്ടായ സമയത്തും പതാകയുടെ മാനം കാക്കാൻ സഖാവ് കൃഷ്ണപിള്ള നൽകിയ നേതൃത്വം ധീരമായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ കൃഷ്ണപിള്ളയുടെ ജീവിതത്തിലുടനീളം കടന്നുപോയിട്ടുണ്ട്. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതമുണ്ടാക്കാനുള്ള നിരവധി പോരാട്ടങ്ങൾ കൃഷ്ണപിള്ളയുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. കോഴിക്കോട് കോട്ടൺ മിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ സഖാവ് വഹിച്ച പങ്ക്, നേതൃത്വം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഫാക്ടറിയുടെ ഗേറ്റിൽ പോയി പ്രസംഗിച്ചു നോക്കി, ആളെ കിട്ടുന്നില്ല. വയറ്റത്തടിച്ച് പാട്ടുപാടി
ഫാക്ടറിയിൽ വരുന്ന തൊഴിലാളിയുടെ പിറകിൽ നടന്ന് അവരുടെ വീടുകൾ വരെ പോയി. അങ്ങനെയാണ് കോട്ടൺ മില്ലിൽ തൊഴിലാളി സംഘടന രൂപീകരിക്കാൻ സാധ്യമായത്. അവിടുത്തെ കോട്ടൺ മിൽ യൂണിയന്റെ ഓഫീസിൽ ഒരു മരക്കസേര ഒഴിച്ചിട്ടിരുന്നു. അത് കൈകാര്യം ചെയ്ത തൊഴിലാളികൾ പറഞ്ഞത്, ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യരായ ഒരാളെ ഇതുവരെയും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ കസേര ഉപയോഗിക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കൃഷ്ണപിള്ള തന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി യൂണിയൻ ഓഫീസിൽ ഉപയോഗിച്ച കസേരയാണത്. തൊഴിലാളികളെ സംഘടിപ്പിച്ച്, കൃഷിക്കാരെ സംഘടിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ അവകാശബോധമുള്ളവരാക്കി അവരെ മാറ്റാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ സഖാ കൃഷ്ണപിള്ള വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ന് കേരളത്തിലുടനീളം കൃഷ്ണപിള്ള ദിനം ആചരിക്കുമ്പോൾ ചില പ്രത്യേകതകളുണ്ട്. കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഒരു കറുത്ത് മെലിഞ്ഞ ചെറുപ്പക്കാരൻ തല ഉയർത്തിപ്പിടിച്ച് ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ തൊഴിലാളികളെയും കൃഷിക്കാരെയും സംഘടിപ്പിച്ച് വിമോചന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. ആ ചെറുപ്പക്കാരനാണ് സഖാവ് കൃഷ്ണപിള്ള. ഹിന്ദി പഠിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദി പ്രചാരകരായി മാറി ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ലക്ഷ്യം രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു. ധീരദേശാഭിമാനികൾ അങ്ങേയറ്റത്തെ ഒട്ടനവധി പോരാട്ടങ്ങളുടെ ഫലമായി നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് അപകടത്തിലാണ്. അത് എല്ലാവരും തിരിച്ചറിയുന്നുണ്ടോ എന്ന് അറിയില്ല. അത് തിരിച്ചറിയാതെ ഒരു ഇഞ്ച് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലാണ്. ഈ വർഷം സഖാവ് കൃഷ്ണപിള്ളയെ നാം ഓർമ്മിക്കുമ്പോൾ വയനാടിന്റെ ദുരന്തം നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. വയനാട്ടിൽ ഒരു രാത്രിയിലാണ് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടത്. ഇപ്പോഴും കാണാതായവരുടെ മൃതശരീരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായും. നിരവധി ആളുകളെ ആ ഭൂമിയിൽ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മനുഷ്യസ്നേഹികളും ഒത്തുകൂടി ഈ ദുരന്തമുണ്ടായ ദിവസം പുലർച്ചെ 3 മണി മുതൽ എല്ലാവരും എത്തിച്ചേരുകയായിരുന്നു. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ, അവരെ സഹായിക്കാൻ. ഇപ്പോഴും തെരച്ചിൽ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ലഭിക്കുന്ന മൃതശരീരങ്ങളിൽ പലപ്പോഴും എല്ലാ അവയവങ്ങളുമില്ല. ശരീരമില്ലാത്ത തല കണ്ടുകിട്ടിയിട്ടുണ്ട്. അവിടുന്ന് കൈ നഷ്ടപ്പെട്ടു, കാൽ നഷ്ടപ്പെട്ടു, കഴുത്തില്ലാത്ത ശവശരീരം, ഇതെല്ലാം അവിടെ ലഭ്യമായി. തലയില്ലാത്ത ശവശരീരം. ദുരന്തമുഖത്ത് ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് വിവരണാതീതമാണ്.
1000-ൽ പരം ആളുകളെ രക്ഷപ്പെടുത്തി. അവരെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. നിരവധി ആളുകളുടെ ശവശരീരങ്ങളുടെ കഷ്ണങ്ങൾ കണ്ടെത്തിയപ്പോൾ ഒരു കഷ്ണം കൈയാണെങ്കിൽ, കാലാണെങ്കിൽ, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമാണെങ്കിൽ അത് ഒരു മൃതശരീരമായി കണ്ട് എല്ലാ ആദരവും നൽകി സംസ്കരിക്കുക, ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുക എന്ന നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായം അവിടെ എത്തി. ഇപ്പോൾ ഗവൺമെന്റ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇനി വയനാടിന് വേണ്ടി ഒരു സാധനവും ആളുകൾ ശേഖരിക്കേണ്ടതില്ല. ഇപ്പോൾ ശേഷിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം. ചൂരൽമല, അതിന്റെ പരിസരത്തുള്ള മറ്റു പ്രദേശങ്ങൾ, അവിടെയൊന്നും പഴയ ടൗൺ പ്രദേശമോ വീടുകളോ മനുഷ്യരോ ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ട്. ദീർഘകാലമായി മലയാളം പ്ലാന്റേഷന്റെ നേതൃത്വത്തിലുള്ള തോട്ടമാണ്, ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എന്ന ഒരു പ്ലാന്റേഷൻ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള തോട്ടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ തോട്ടത്തിന്റെ ലയങ്ങളിലാണ് പല തൊഴിലാളികളും പിരിഞ്ഞു പോയവരും ഇപ്പോൾ ജോലി ചെയ്യുന്നവർ, കുടുംബാംഗങ്ങൾ, അവരെല്ലാം താമസിച്ചിരുന്നത്. ഈ ദുരന്തമുണ്ടാകുന്നതിന്റെ തലേ ദിവസം കുറെ പേരെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചു. അവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരൊന്നും ദുരന്തത്തിൽപ്പെട്ടിട്ടില്ല. ഒരു തരത്തിലും കാലാവസ്ഥാ ദുരന്തം ഉണ്ടാകില്ല എന്ന് കണക്കാക്കിയ പ്രദേശത്തും ഈ കുത്തി ഒലിച്ചു വന്ന വെള്ളവും പാറക്കൂട്ടങ്ങളും മരങ്ങളും അതിന്റെ അടിയിൽപ്പെട്ട് നിരവധി ജീവൻ എടുത്തുപോയി. ഈ തെരച്ചിലിൽ ഒരു കുടുംബത്തിന്റെ മൃതശരീരം കണ്ടുകിട്ടിയത് 6 അംഗങ്ങളുള്ള ഒരു കുടുംബം. എല്ലാവരും കെട്ടിപ്പിടിച്ചു കിടക്കുകയാണ്. ചിലപ്പോൾ രാത്രി ഉറങ്ങിയതായിരിക്കാം. ഒന്നുറക്കെ കരയാൻ പോലും നിവൃത്തിയില്ലാതെയാണ് നിരവധി ആളുകൾ അവര് ജീവിതത്തിൽ നേടിയ സർവസ്വവും നഷ്ടപ്പെട്ടത്. 9 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അയാൾ ഈ പ്രദേശത്തുണ്ടായില്ല. അദ്ദേഹം വിദേശത്തായിരുന്നു. ദുരന്തം തിരിച്ചു വന്നപ്പോൾ കുടുംബത്തിലെ എല്ലാവരും ഇല്ലാതായിരിക്കുന്നു. ഇദ്ദേഹം മാത്രം ബാക്കി. അങ്ങനെയുള്ള അങ്ങേയറ്റം ഹൃദയഭേദകമായ കഥകളാണ് ഈ ദുരന്തത്തിലുണ്ടായത്. 2019 ഒരു ഉരുൾപൊട്ടൽ ഈ ചൂരൽമലയിലെ പുത്തുമല എന്ന പ്രദേശത്ത് ഉണ്ടായിരുന്നു. അന്ന് ദുരന്തമുണ്ടായ സമയത്ത് കുറെ ആളുകൾ മണ്ണിന്റെ അടിയിൽ പെട്ടുപോയെങ്കിലും സർവസ്വവും നശിച്ചു പോയിട്ടില്ല. നിയന്ത്രിച്ചു നിർത്താൻ കഴിയായിരുന്നു. ആ ദുരന്തത്തിൽ അന്നത്തെ ഗവൺമെന്റിനെ പ്രതികരിച്ച് പല ദിവസങ്ങളിലും അവിടെ ഇടപെടാൻ അവസരം ലഭിച്ചിരുന്നു. എല്ലാവരുടെയും സംരക്ഷണത്തെ മുൻനിർത്തി പുനരധിവാസവും അവിടെ ഏർപ്പെടുത്തി. ഇന്ന് ആ പ്രദേശമാകെ ഇല്ലാതായിരിക്കുന്നു. ഗവൺമെന്റ് ആലോചിക്കുന്നത് പകരം അവിടെ
ഒരു ടൗൺഷിപ്പ് രൂപപ്പെടുത്തി എല്ലാ സൗകര്യങ്ങളും, ആശുപത്രി, സ്കൂൾ, തൊഴിൽ കേന്ദ്രങ്ങൾ, താമസിക്കാനുള്ള വീടുകൾ, എല്ലാ സൗകര്യങ്ങളും, വിനോദത്തിലും കായിക പരിശീലനത്തിലും ഏർപ്പെടാനുള്ള സൗകര്യങ്ങൾ, സ്പോർട്സ്, എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന നിലയിലുള്ള ഒരു ടൗൺഷിപ്പ് അവിടെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഈ ലക്ഷ്യം നേടാൻ ഗവൺമെന്റ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് ഇനിയൊരു സാധനങ്ങളും അവിടെ ശേഖരിച്ചു കൊണ്ടുപോകേണ്ടതില്ല. അവിടെ ഇനി ഈ ടൗൺഷിപ്പ് ഏർപ്പെടുത്തുന്നതിന് പണമാണ് ആവശ്യം. CPIM പ്രവർത്തകർ നേരിട്ട് പണം പിരിക്കുന്നില്ല, വീടുകളിൽ പോയി അഭ്യർത്ഥിക്കുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ. എന്താണോ ഒരു കുടുംബത്തിന് കൊടുക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്നത്, അത് നൽകുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർവഹിക്കേണ്ടത്. കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഒരു മാസത്തെ ശമ്പളം നൽകിയിട്ടുണ്ട്. MLA-മാരും MP-മാരും ഒരു മാസത്തെ ശമ്പളം നൽകിയിട്ടുണ്ട്. ജീവനക്കാരും അധ്യാപകരും 5 ദിവസത്തെ കൂലി, 5 ദിവസത്തെ വേതനം സംഭാവനയായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിമാരുടെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ 10 ദിവസത്തെ കൂലി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ചില മേഖലയിലെ തൊഴിലാളികൾ 1 ദിവസത്തെ കൂലി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ശ്രമങ്ങളും ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. DYFI സഖാക്കൾ മത്സ്യക്കച്ചവടം നടത്തിയും ആക്രി പെറുക്കി വിറ്റും പുനരധിവാസത്തെ സഹായിക്കാൻ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അവിടെ ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കുറെ കെട്ടിടങ്ങളെല്ലാം മണ്ണിനടിയിലാണ്. അങ്ങനെയുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു പരിശോധിച്ചപ്പോൾ ചില മനുഷ്യജീവൻ അതിനകത്തുണ്ടായി. മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യർ ഇതിനകത്ത് പെട്ടുപോയി. അവരെ എല്ലാം രക്ഷിച്ചിട്ടുണ്ട്, അവരെ എല്ലാം ജീവിപ്പിച്ചിട്ടുണ്ട്. ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ യന്ത്രങ്ങളുടെ പരിശോധനയിൽ മനുഷ്യരുണ്ടോ എന്ന സംശയം വന്നു. സൈനികർ തുടർ പരിശോധനയ്ക്ക് തയ്യാറാകാത്ത അവസ്ഥ വന്നു. സൈനികരൊക്കെ അവിടെ നടത്തിയ സേവനം നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിലാണ്. പക്ഷെ അവർക്ക് കഴിയാത്ത ഒരു നിലയിലേക്ക് വന്നപ്പോൾ അവർ നിലപാട് പറഞ്ഞു. ഗവൺമെന്റിനെ അറിയിച്ചവർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് ആ കെട്ടിടവും പൊളിച്ച് പരിശോധിച്ചേ പറ്റുള്ളൂ. സാധ്യതയുടെ പ്രയാസങ്ങൾ അറിയിച്ച പട്ടാളക്കാർ അറിയിച്ച ആ കേന്ദ്രവും പരിശോധിച്ചേ പറ്റുള്ളൂ എന്ന നിലപാട് ഗവൺമെന്റ്, എന്ന ഒരു ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ രക്ഷിക്കുക എന്നുള്ളതാണ് നിലപാട്. ആ നിലപാടെടുത്തപ്പോൾ വയനാട്ടിലെ DYFI സഖാക്കൾ അവർ സ്വയം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി. ഈ കെട്ടിടം പൊളിച്ച് പരിശോധിച്ചു. പക്ഷെ ആരും ഉണ്ടായില്ല. അങ്ങനെ എന്തെല്ലാം സാധിക്കുമോ സാധ്യമായ എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം വരെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ ആവശ്യമായ ധനസമാഹരണം വേണം. അതിന് ഓരോരുത്തർക്കും തോന്നുന്ന സഹായം എന്താണോ അത് എത്രയായാലും അധികമാവില്ല.
അങ്ങനെയുള്ള സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് അയക്കാം. അയച്ചു കൊടുക്കേണ്ടുന്ന അക്കൗണ്ട് നമ്പറെല്ലാം പുറത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധിച്ചു കഴിഞ്ഞാലും എങ്ങനെ അയക്കണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സഖാവ് കൃഷ്ണപിള്ളയെ ഓർമ്മിക്കുന്ന ഈ ദിവസം ഈ ദുരന്തങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള CPIMന്റെ പരിശ്രമത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്നതാണ് ഈ സന്ദർഭത്തിൽ പാർട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്.